ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. വളാഞ്ചേരി നഗരസഭയിലെ അമ്പലപ്പറമ്പിൽ കഴിഞ്ഞ 16-ാം തീയതിയാണ് വലിയ തോതിൽ മാലിന്യം തള്ളിയത്. പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും കുപ്പികളും മരുന്നു മാലിന്യങ്ങളുമാണ് ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നഗരസഭാ കൗൺസിലർമാരായ റാഷിദ് മച്ചഞ്ചേരി, PP യഹിയ എന്നിവർ രംഗത്തിറങ്ങുകയും വാഹനം സഞ്ചരിച്ച വഴികളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയുമായിരുന്നു. നാട്ടുകാരുടെയും നഗരസഭാ ഉദ്യോഗസ്ഥരുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് പ്രതികളെയും വാഹനത്തെയും വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. റോഡരികിൽ തള്ളിയ മാലിന്യങ്ങൾ എത്രയും വേഗം ഇവിടെ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കൗൺസിലർമാർ അറിയിച്ചു. നമ്മുടെ തുടക്കം വരെ നമ്മുടെ വടക്കുമുറി അവിടെയായിരുന്നു സീവേജ് കാര്യങ്ങളൊക്കെ തട്ടിയിരുന്നത്. അപ്പോൾ അന്നത്തെ കൗൺസിലർ അവിടെ അവതരിപ്പിച്ച മൂലം ഇപ്പോൾ നമുക്കൊരു 20 CCTV ലഭ്യമാവുന്നുണ്ട് എന്നാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശം കൂടിയും അതിൽ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനത്തെ സാമൂഹ്യ വിരുദ്ധരെ നമുക്ക് പിടികൂടണം എന്നാണ് പറയാനുള്ളത്. പിന്നെ ഈ ഒരു കേസ് എടുത്താൽ മാത്രം പോരാ, നമുക്ക് ഈ നാട് ഇതിപ്പോൾ കെടുക്കുന്നത് ആദവനാട് പഞ്ചായത്തിലാണെങ്കിലും ഇതിൻ്റെ ഭവിഷ്യത്തും കിട്ടുന്നത് നമ്മുടെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിക്കാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളിത് ഒരു ടീം, ഇപ്പോൾ റാഷി പറഞ്ഞ മാതിരി നമ്മളൊരു ടീം വർക്കായിട്ടാണ് ഇത് ഏറ്റെടുത്തത്. പോലീസുകാർ ഒരു ദിവസം നമ്മുടെ കൂടെ വന്നു CCTV പരിശോധിക്കാൻ. അതിനുശേഷം വീണ്ടും നമ്മൾ തന്നെ ഇതിന് മുന്നോട്ട് ഇറങ്ങി ലാസ്റ്റ് നമുക്ക് 3 ദിവസം നമ്മുടെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെയും ആദവനാടിൻ്റെയും അതിർത്തി പ്രദേശമായ സബ്സ്റ്റേഷന് സമീപമാണ് ഈ ഒരു വേസ്റ്റ് ഇവിടെ തള്ളിയതായിട്ട് ഞങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. ഞങ്ങളെ വാർഡ് കൗൺസിലറായ യഹിയ, ഇവൻ്റെ വാർഡിൻ്റെ അതിർത്തിയിലാണ് കിടക്കുന്നത്. എൻ്റെ വാർഡ് തൊട്ടടുത്ത് 31-ാം വാർഡാണ്. അപ്പോൾ ഇതിനെതിരെ ഞങ്ങൾ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഞങ്ങൾ CCTV ഫുട്ടേജ് തപ്പിയിട്ടാണ് നടത്തിയിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഒരുപാട് ഫുട്ടേജ് ഞങ്ങൾ തപ്പി. കാരണം ആദവനാട് വഴി കടന്നുപോയി പരിധി വഴി മണ്ണേക്കര റൂട്ടിലൂടെയാണ് ഈ വാഹനം കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇന്നലെ പാതി വഴിയിൽ വെച്ച് ഞങ്ങൾ അന്വേഷണം നിർത്തിവെച്ച് പോന്നു. ഇന്ന് തുടർന്നും ഞങ്ങൾ രാവിലെ ഇതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം ആരംഭിച്ചു. ഇത് പോലീസ് ഞങ്ങൾ ചെറിയ സഹായങ്ങൾ പോലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഞങ്ങൾ ഒരു ടീം വർക്കായിട്ടാണ് ഞങ്ങൾ നടന്നിട്ടുണ്ടായത്. അങ്ങനെ ഇന്ന് രാവിലെ ഒരു കോമ്പൗണ്ടിൽ ഉള്ളിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഈ ഒരു വാഹനം കണ്ടെത്താൻ സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി. ന്യൂസ് 99 വളാഞ്ചേരി. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.